ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാനായില്ലെങ്കിലും ലോക്സഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടരാൻ BJPക്ക് ഈ തവണയും സാധിച്ചു. ആകെ മൊത്തം 240 സീറ്റുകളിലാണ് BJP വിജയിച്ചത്. 100 സീറ്റിലധികം ലക്ഷ്യമിട്ട കോൺഗ്രസ് സെഞ്ചുറി തികയ്ക്കാനാകാതെ 99ലേക്ക് ഒതുങ്ങി. സീറ്റ് നിലയിൽ 3ാം സ്ഥാനം സമാജ്വാദി പാർട്ടിക്കാണ്. 37 സീറ്റുകളിലാണ് സമാജ്വാദി പാർട്ടി നേടിയെടുത്തത്. തൊട്ടു പിന്നിൽ 29 സീറ്റുകളോടെ തൃണമൂൽ കോൺഗ്രസ് ആണ്. 543 അംഗ ലോക്സഭയിൽ 2019 BJP ഒറ്റയ്ക്ക് 303 സീറ്റുകൾ നേടിയായിരുന്നു 2ാം മോദി സർക്കാർ ഭരണമുറപ്പിച്ചത്. എന്നാൽ 2024 സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് മറികടക്കാനായിട്ടില്ല. NDAയിലെ ഘടകകക്ഷികളുടെ പിന്തുണയോടെ മാത്രമേ നരേന്ദ്രമോദിക്ക് അധികാരത്തിലേറാനാകൂ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സഖ്യകക്ഷികളുമായി BJP ആശയവിനിമയം നടത്തി. രാജ്യത്ത് NDA വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടമായതും BJPക്കാണ്. 441 സീറ്റുകളിൽ മത്സരിച്ച BJPക്ക് 240 ഇടത്താണ് വിജയിക്കാനായത്. 2019 63 സീറ്റുകളുടെ നഷ്ടം. 328 സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സര രംഗത്തുണ്ടായിരുന്നത്. 2019 47 സീറ്റുകൾ കോൺഗ്രസിന് അധികം നേടാനായതും മാറ്റത്തിന്റെ ലക്ഷണം. 2019 52 സീറ്റുകളിലായിരുന്നു പാർട്ടിക്ക് വിജയിക്കാനായത്. സമാജ്വാദി പാർട്ടിക്ക് 5-ൽ നിന്ന് 37ലേക്ക് സീറ്റ് നില ഉയർത്താനായി. ഇക്കുറി 71 സീറ്റുകളിലായിരുന്നു സമാജ്വാദി പാർട്ടി മത്സരിച്ചത്. തൃണമൂൽ കോൺഗ്രസിനാകട്ടെ 7 സീറ്റുകൾ വർദ്ധിപ്പിച്ച് 29ലേക്ക് സീറ്റ് നില എത്തിക്കാനായി. 22 സീറ്റുകളിൽ മത്സരിച്ച DMKക്ക് മുഴുവൻ സീറ്റുകളിലും വിജയിക്കാനായെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം BJP നേതൃത്വം നൽകുന്ന NDAയുടെ സീറ്റ് നില 293ലേക്ക് ഒതുങ്ങുകയും ചെയ്തു. 2019 351 സീറ്റുകളിലായിരുന്നു NDA വിജയിച്ചത്. NDAയിൽ 2ാമത്തെ വലിയ കക്ഷി തെലുങ്കുദേശം പാർട്ടിയാണ്. 16 സീറ്റുകളിലാണ് DTPക്ക് വിജയിക്കാനായത്. 12 സീറ്റുകളിലുമായി JDU ആണ് 3ാം സ്ഥാനത്ത്. ശിവസേനയ്ക്ക് 7 സീറ്റുകളും LJPക്ക് 5 സീറ്റുകളും ജനസേവാ പാർട്ടിക്ക് 2 സീറ്റുകളും ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികളുടെ ഇന്ത്യ സഖ്യം 234 സീറ്റുകളിലാണ് വിജയിച്ചത്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK എന്നീ പാർട്ടികൾക്ക് പുറമെ ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് 9 സീറ്റിലും RJD, CPM എന്നീ കക്ഷികൾക്ക് 4 വീതം സീറ്റുകളിലും AAP, JM എന്നീ കക്ഷികൾക്ക് 3 വീതം സീറ്റുകളിലും വിജയിക്കാനായി. 2 സീറ്റുകൾ വീതം CPIക്കും ജമ്മു കാശ്മീരി നാഷണൽ കോൺഫറൻസിനും ലഭിച്ചു. ഇന്ത്യ സഖ്യ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച JDU അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുന്നണി വിട്ട് NDAയിലെത്തിയത്. 2019 വരെ NDAക്കൊപ്പം തുടർന്ന DDP അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിടുകയും പ്രതിപക്ഷത്തിനൊപ്പം തുടരുകയുമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപാണ് DDP NDAയിലേക്ക് മടങ്ങിയെത്തിയത്. ജനവിധി മോദിക്കും അമിത്ഷായ്ക്കുമേറ്റ പ്രഹരമാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ലക്ഷ്യമിട്ട 400 സീറ്റുകൾ നേടാനാകാത്ത സാഹചര്യമുള്ളതിനാൽ മോദി അധികാരമൊഴിയണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. സമാന ആവശ്യവുമായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും രംഗത്തെത്തിയിട്ടുണ്ട്.